തേയ്മാനത്തിൻ്റെ ഇഷ്യൂ ഉള്ളവരും അതുപോലെ തന്നെ കാർപ്പൽ ടണൽ സിൻഡ്രം ഉള്ളവരും മൈഗ്രെയിൻ ഉള്ളവരും ചെയ്യാനായിട്ട് പാടില്ല. അടുത്തതായിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഓർഗൻസ് നമുക്ക് കണ്ടാൽ അറിയാം. ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ അറിയാം. ഷോൾഡർ നല്ല രീതിയിൽ ഇൻവോൾവ് ആവുന്നുണ്ട്, സ്പൈന് നട്ടെല്ല് ഇൻവോൾവ് ആവുന്നുണ്ട്. ആ ഒരു ഭാഗങ്ങൾക്കാണ്, നെക്കും അതുപോലെ തന്നെ കഴുത്തും ഇൻവോൾവ് ആവുന്നുണ്ട്. ആ ഒരു ഭാഗങ്ങൾക്കാണ് കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആവുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഹിപ്പിലുള്ള മസിൽസ്, ഇടുപ്പിലുള്ള മസിൽസ്, അതുപോലെ തന്നെ ബാക്ക് മസിൽസ്, ബാക്കിലുള്ള മസിൽസിനൊക്കെ സ്മൂത്തൻ ചെയ്യാൻ അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആവാനൊക്കെ ഹെൽപ്പ് ആവുന്നുണ്ട്. ചെസ്റ്റും ഓപ്പൺ ആവുന്നുണ്ട്. നമ്മൾ ഒരു ഹാർട്ടിൻ്റെ ഭാഗത്തുള്ള മസിൽസിനെയും കൂടെ അത് ഓപ്പൺ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വയറിലെ പേശികൾക്ക് ഹെൽപ്പ് ആവുന്നുണ്ട്. ഇത്രയൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാം അത് ഞാനിപ്പോൾ പറയുന്നില്ല, നമുക്ക് ആ ഒരു പൊസിഷനിൽ എത്തിയിട്ട് ചെയ്യാം. അപ്പം കാറ്റ് പോസ്റ്ററും കവ് പോസ്റ്ററും എന്താണെന്ന് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവും. അടുത്തതായിട്ട് നമുക്ക് കോബ്ര പോസ്ചർ ആണ്. കോബ്ര പോസ്ചർ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഭുജംഗാസന എന്നാണ് നമ്മൾ പറയുന്നത്. കാറ്റ് പോസ്റ്റർ നിങ്ങൾക്ക് അറിയാലോ. കാറ്റ് പോസ്റ്ററിന് സാൻസ്ക്രിറ്റിൽ പൂച്ചയ്ക്ക് മാർജാരൻ എന്നാണ് പറയുന്നത്, മാർജാരാസനം എന്നാണ് പറയുന്നത്. ഇത് കോബ്ര പോസ്റ്റർ ഭുജംഗാസനം എന്നാണ് പറയുന്നത്. ഈ ഒരു പോസ്റ്റർ നമുക്ക് കാണുമ്പോൾ അറിയാം, ബാക്ക് മസിൽസിനും സ്പൈനിനുമാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് മാറുന്നത്. പക്ഷേ ബാക്കിൽ ഇഞ്ചുറി ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ വയറ്റിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഡിസ്ക് സംബന്ധമായ അസുഖങ്ങളുള്ളവരും ആ ഒരു ഭാഗത്ത് സർജറി കഴിഞ്ഞിട്ടുള്ളവരും ചെയ്യാനായിട്ട് പാടില്ല. ഈ ഒരു പോസ്റ്റിനെ ഭുജംഗാസൻ എന്നാണ് പറയുന്നത്. ഭുജംഗ എന്ന് വെച്ചാൽ ഷോൾഡേഴ്സ് ആണ്. ഇതിൽ വരുന്ന പാർട്ട് ഏറ്റവും കൂടുതൽ ബാക്ക് ബെൻഡാണ്. നമ്മൾ കൂടുതലായിട്ട് ബാക്കിലാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേര് വന്നിരിക്കുന്നത്. കോബ്ര പോസ്റ്റർ നമ്മൾ ഒരു പാമ്പ് പത്തി ഉയർത്തി നിൽക്കുന്ന പോലെയാണ് ഈ ഒരു പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോബ്ര പോസ്റ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. സാൻസ്ക്രിറ്റിൽ പറയുന്നത് ഭുജംഗാസൻ എന്നാണ്. നമുക്കിതിൻ്റെ ബെനിഫിറ്റ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നമ്മളിപ്പോൾ ബെനിഫിറ്റ്സ് ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏത് പോസ് ചെയ്യുമ്പോഴും ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് നോക്കുക. ഇതിപ്പോൾ ഷോൾഡർ ഇൻവോൾവ് ആയിട്ടുണ്ട്, ചെസ്റ്റ് ഇൻവോൾവ് ആയിട്ടുണ്ട്, നെക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്, ബാക്ക് മസിൽസ് ഇൻവോൾവ് ആയിട്ടുണ്ട്, സ്പൈൻ ഇൻവോൾവ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവയ്ക്കായിരിക്കും നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടാനായിട്ട് പോകുന്നത്. ഇതിൽ സ്പൈനിനൊക്കെ ആണെങ്കിൽ എല്ലാണ്, അപ്പോൾ അതിൻ്റെ തേയ്മാനം കുറയ്ക്കാനാണ് ഹെൽപ്പ് ആവുന്നത്. ഇനി പേശികൾക്കാണെങ്കിൽ, മസിൽസിനാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലെക്സിബിലിറ്റി എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഇൻവോൾവ് ആവുന്നത്. ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മളൊരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ പോലും ഇതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണോ നമ്മൾ കാണുന്നത്, ഇന്ത്യയിൽ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു മോശമായൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തിയറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതുകൊണ്ടാണ് പലർക്കും ഇതൊരു ഒത്തൻറ്റിക് ആണോ അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ സയൻസ്. ചക്രേൻ്റെ അടുത്ത് കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചപ്പോൾ തന്നെ ഇത് എങ്ങനെയാണ് വരുന്നത്, എന്താണ്, കാരണം എല്ലാവരും ഈ തിയറിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. തിയറിയേക്കാൾ കൂടുതൽ എന്ന് പ്രാക്ടിക്കലിന് പ്രാധാന്യം കിട്ടുന്നു അന്ന് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കൂടുതൽ മാറ്റങ്ങൾ വരും. കാരണം നമുക്ക് എന്താണോ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്കൊരു റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. തിയററ്റിക്കലി എന്താണ് പഠിച്ചിട്ട് അങ്ങനെ എനിക്ക് വലിയൊരു ഉപകാരം കിട്ടിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കറിയില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ അഭിപ്രായം ഉണ്ടാവും. പ്രാക്ടിക്കലിന് നമ്മൾ കൂടുതൽ അവിടെ പുറത്തൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ എല്ലായ്പ്പോഴും പ്രാക്ടിക്കൽസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ജോബ് ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടത്. നമ്മൾ വെറുതെ കുറേ കാർഡ് പഠിച്ചു വെച്ചിട്ട് ഒരു കാര്യവും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല. നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് നമുക്കൊരാളുടെ രോഗം മാറുമ്പോൾ, ഞാനിപ്പോൾ ഈ ഒരു കോബ്ര പോസ്റ്റർ ചെയ്ത് കൊടുത്ത് അവർക്കൊരു രോഗം മാറുകയാണെങ്കിൽ അപ്പോഴാണ് എനിക്കതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ്സും ഞാനിതിൻ്റെ ഇതും കുറേ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് ക്ലാസ് എടുത്ത് നടന്നിട്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോൾ ഒരാൾക്കത് പഠിപ്പിച്ചു കൊടുത്ത് അയാൾക്ക് അതിലൂടെ രോഗം മാറുകയാണെങ്കിൽ അപ്പോഴാണ് അതിനൊരു വാല്യൂ ഉണ്ടാകുന്നത്. അതാണ് പ്രാക്ടിക്കലിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. നമ്മളിപ്പം എത്ര ക്ലാസ് കേട്ടിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിൽ വെറുതെ നമ്മൾ നോളജ് കൂടും, പക്ഷെ നമ്മളത് പ്രാക്ടിക്കലി നമുക്കതൊരു ഉപകാരപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പോസ്റ്ററും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം, എനിക്ക് എന്താണ് അതിൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. നമ്മൾ ബോഡിയിൽ മാറ്റം വരുത്തുകയെന്ന് വെച്ചാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഓരോ ഡിസീസസും നമുക്ക് ഉണ്ടാകുന്ന ഓരോ ഡിസീസസും, നമുക്ക് ഷുഗർ കാലങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, BP-ൻ്റെ കംപ്ലൈൻറ്റ് കാലങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളുടെ മനസ്സിൽ നിന്ന്
എപ്പോഴൊക്കെയോ ഉണ്ടായിട്ടുള്ള ടോക്സിക് പാറ്റേൺസിന്റെ ഭാഗമായി അത് നമ്മളുടെ ഇന്നർ വേൾഡിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്നതാണ് ഈ ഓരോ കാര്യങ്ങളും. പക്ഷെ അത് എന്താണെന്ന് പോലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ചിലർ ഹെറിഡിറ്ററി ആയിട്ട് ഉണ്ടാകുന്നതാണ്, അതൊന്നും അല്ല. അതിനേക്കാളും കൂടുതൽ നമ്മളുടെ ഉള്ളിൽ പണ്ട് ഉണ്ടായിട്ടുള്ള എന്തൊക്കെയോ ഒരു ടോക്സിൻസ് ഉണ്ട്, എന്തോ ഒരു ടോക്സിക് പാറ്റേൺസ് ഉണ്ട്, എന്തോ ചിന്തകളുടെ ഫലമായിട്ട് നമ്മളുടെ ശരീരം അതിനെതിരെ റിയാക്ട് ചെയ്യുന്നതാണ്, അല്ലെ നമ്മുടെ ശരീരത്തിലേക്ക് അത് ബാധിക്കുന്നതാണ് നമുക്ക് വരുന്ന ഓരോ അസുഖങ്ങളും. അത് സൈക്കോസമാറ്റിക് ഡിസീസസ് മാത്രമല്ല, മനസ്സിന് വരുന്ന രോഗങ്ങൾ മാത്രമല്ല, ബാക്കി എല്ലാ അസുഖങ്ങളും ഈ ഒരു രീതിയിൽ തന്നെ വരുന്നതാണ്. അതിൻ്റെ സയൻറ്റിഫിക്കലി എവിഡൻസസ് വരുന്നുണ്ട്. അത് സയൻറ്റിഫിക്കലി റിസർച്ച് വിങ് ഉണ്ട് അതിന് തന്നെ ആയിട്ട്. അത് ഇപ്പം അടുത്ത് എനിക്ക് തോന്നുന്നു ഈ 2026 ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അത് പുറം ലോകത്തേക്ക് വരും. അപ്പോഴത്തേക്ക് ഒരുവിധം എല്ലാ ഡിസീസസും ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എനർജി ബേസിസിലായിരിക്കും. കാരണം നമുക്ക് ഉണ്ടാകുന്ന ക്യാൻസർ മുതൽ എല്ലാ അസുഖങ്ങളും ഇതിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. കുറച്ച് പക്ഷേ ഇത് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. കാരണം നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ, നമുക്ക് ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കാനായിട്ട് ചിലർക്ക് ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എനിക്കൊന്ന് ഈ ഒരു ഗ്രൂപ്പിൽ കുറേ പേർക്കെങ്കിലും ഒക്കെ അത് മനസ്സിലാക്കാനും ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്താനും ആയിട്ട് പറ്റും. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ, എൻ്റെ ശരീരം എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ, അത് ഞാൻ കടന്നു വന്നിട്ടുള്ള എന്തൊക്കെയോ, ഞങ്ങൾ ഇപ്പോൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ ഫാമിലി ഹിസ്റ്ററി എടുക്കും. നമ്മൾ കേസ് എടുക്കുന്ന സമയത്ത് ഫാമിലി ഹിസ്റ്ററി എടുക്കും. അച്ഛനുണ്ട്, അല്ലെങ്കിൽ അച്ഛനുണ്ട്, അങ്ങനെ എനിക്കും വന്നു. ഈ ഒരു അച്ഛനും അച്ഛനും ഉള്ളത് ചെറുപ്പം മുതലേ കണ്ടു വളരുന്ന ഒരു കുട്ടി ഡെഫിനറ്റ്ലി ഹി വിൽ തിങ്ക് അബൌട്ട് ലൈക്ക് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ. അങ്ങനത്തെ ഒരു കാര്യം കൂടെ, ഇത് ഞാൻ ഡീപ്പർ ലെവലിലേക്ക് പോകുന്നില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു 2 മണിക്കൂറൊക്കെ സംസാരിക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒരു കാര്യം, എല്ലാ ഡിസീസസും ഇറ്റ് ഈസ് സയൻറ്റിഫിക്കലി പ്രൂവൺ. എല്ലാ ഡിസീസസും നമ്മൾ ഉണ്ടാവുന്ന എല്ലാ ഡിസീസസും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ശരീരം അതിൽ എങ്ങനെ പ്രതികരിക്കുന്നു, ശരീരം അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളിൽ ഉണ്ടാവുന്ന ഓരോ നെഗറ്റീവ് എനർജിയും നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അത് ചക്രങ്ങളിലാവാം, ചക്രങ്ങളിലാണ് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് ചക്ര ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ചക്ര ഇത് ഓരോ പ്രാവശ്യവും എന്താണെന്ന് മനസ്സിലാക്കി അത് ക്ലെൻസ് ചെയ്യണം. നമ്മൾ ഏറ്റവും വലിയ തോൽവി എന്ന് വെച്ചാൽ എനിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എനിക്കിപ്പോൾ ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതിനൊരു ഡീപ്പർ ലെവൽ ഓഫ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഡീപ്പർ ലെവൽ ഓഫ് തോട്ട്സ്, നമ്മൾ സെൽഫിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് വരും. പക്ഷേ അത് എല്ലാവർക്കും ദൈവം കൊടുക്കില്ല. തിരഞ്ഞെടുത്തവരെ ഇതിൽ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഞാനിങ്ങനെ എല്ലാവരും വരണം, എല്ലാവരും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം, എല്ലാവരും ഇതാക്കണം. പക്ഷെ ഞാനങ്ങനെ പറഞ്ഞാലും എനിക്കറിയാം ലൈക്ക് എത്ര പേര് ഇതിൽ ആക്റ്റീവ്ലി അറ്റൻഡ് ചെയ്യും, എത്ര പേര് ഇതിൽ പ്രാക്ടീസ് ചെയ്യും. ഒരു 90% പേര് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും പ്രാക്ടീസ് ചെയ്യുന്നവർ വെറും 10% താഴെ ആയിരിക്കും. കാരണം അവർക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ മൈൻഡിൽ തീരുമാനിച്ചു കഴിഞ്ഞാലേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 4 മണിക്ക് എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ ഉറങ്ങാൻ നല്ല മഴയാണിപ്പോൾ, എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ചിന്തകളുടെ ഭാഗമായി അവർക്കത് ആ ഒരു ബാരിയർ ചെയ്തു വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാ രോഗങ്ങളും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോഴായിരിക്കാം, ചെറുപ്പകാലത്ത് ഉണ്ടായതായിരിക്കാം, അത് കുറച്ച് കാലം നമ്മൾ ബോഡിയിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരുന്നത് ചിലപ്പോൾ ക്യാൻസറിൻ്റെ രൂപത്തിലായിരിക്കാം. അല്ല എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ വന്നൊരു തോട്ട് പോലും ഭാവിയിൽ നമുക്കൊരു അസുഖത്തിന് കാരണമായിട്ട് മാറാം. ഇപ്പം ഇതിനൊക്കെ സയൻറ്റിഫിക് എവിഡൻസ് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അതിൻ്റെയൊക്കെ ഞാൻ എല്ലാ അവസാനത്തേക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്, ഏതൊക്കെയാണ് നിങ്ങൾക്ക്. ഞാൻ മുഴുവൻ പറഞ്ഞു തരുന്നതിലും ബെറ്റർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ സൈറ്റിലാണ് ഉള്ളത്, റിസർച്ചിൻ്റെ ഏതിലൊക്കെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് പോയി കാണാം. എല്ലാവർക്കും ചെയ്യണമെന്നില്ല, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് കാണാം. അപ്പോൾ നമ്മൾ ബെനിഫിറ്റ്സ്, കോബ്ര പോസ്റ്ററിൻ്റെ ബെനിഫിറ്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞു. ഏതൊക്കെയാണ് ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമുള്ള ഏതൊക്കെ ഓർഗൻസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത് നോക്കാം. അതിൻ്റെയൊക്കെ ഫ്ലെക്സിബിലിറ്റിക്കും തേയ്മാനം കുറയ്ക്കാനും ആയിട്ടുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്ക് പെയിൻ റെഡ്യൂസ് ചെയ്യാനായിട്ട്, അധികം ആൾക്കാർക്കും ബാക്ക് പെയിൻ ഉണ്ടാവും, ബാക്ക് പെയിൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ, തീർച്ചയായിട്ടും രക്തചംക്രമണം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ രക്തചംക്രമണം കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലങ്സ് ഓപ്പൺ അപ്പ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതുപോലെ തന്നെ ദഹനം നന്നാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മസാജ് പോലെയാണ്. നമ്മുടെ ബോഡിയിൽ നമ്മളിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ തൈറോയ്ഡ് ഗ്ലാൻഡ്സ്, അതുപോലെ തന്നെ എഡ്രിനാലിൻ, നമുക്ക് ആങ്സൈറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഹോർമോൺസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകൾ ഒക്കെ ഒരു ബാലൻസിലേക്ക് വരും. തീർച്ചയായിട്ടും അതൊരു ബാലൻസിലാവുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് കുറയും. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യവും പഠിക്കേണ്ടത്. നമുക്ക് എന്ത് കോറിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. എഡ്രിനാലിൻ എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുക? എഡ്രിനാലിൻ തീർച്ചയായിട്ടും ആങ്സൈറ്റി അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. തീർച്ചയായും നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. തൈറോയ്ഡ് ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ തൈറോയ്ഡ് ഫങ്ഷൻസിനെ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ മസാജ് വരുന്നത്. കാരണം നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ നെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു മസാജിങ് എഫക്റ്റ് ആണ് കിട്ടുന്നത്. അങ്ങനെ ഈ കോബ്ര പോസ്റ്റർ ചെയ്യുന്ന വഴി, ഭുജംഗാസനം ചെയ്യുന്ന വഴി നമുക്ക് ഇത്രയും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഇത് സൂര്യ നമസ്കാരത്തിലെ സ്ഥിരമായി ചെയ്യുന്നവർക്ക് തീർച്ചയായും ഇതൊരു സ്റ്റെപ്പ്, സൂര്യ നമസ്കാരത്തിലെ ഒരു സ്റ്റെപ്പാണ് കോബ്ര പോസ്ചർ. അപ്പോൾ സ്ഥിരമായി ഇത് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. നമുക്ക് പ്രാക്ടിക്കലി ഇപ്പം 3 പോസ്റ്റേഴ്സ് ആണ്. 3ഉം മൃഗങ്ങളുടെ അല്ലെങ്കിൽ ജീവികളുടെ പേരുകളുള്ള പോസ്റ്റേഴ്സ് ആണ്. നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാനായിട്ട് പറ്റും. കാറ്റ്, കൗ ആൻഡ് കോബ്ര 3 എണ്ണം. നമുക്ക് ആ ഒരു 3 എണ്ണം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം.